Hi all, magic morning. Magic morning. Okay. സുഖമായിട്ടിരിക്കുന്ന എല്ലാവരും? അങ്ങനെ ഗുരുവായൂർ പോവാട്ടാ. എല്ലാവർക്കും രാവിലെ മടി കൂടാതെ എഴുന്നേൽക്കാനും എല്ലാ കാര്യങ്ങളും ചെയ്യാനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് ഗുരുവായൂർ പോവാ. ഓക്കെ. എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നെ നേരുന്നു. ഇന്ന് മൺഡേ ആണ്, ഞങ്ങൾക്കറിയാം. ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള പുതിയ ആളുകളും ഉണ്ട്. അപ്പോ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ക്ലാരിറ്റി മെന്ററും അതുപോലെ തന്നെ ഈ ടേബിൾ ടോക്ക് ബി മാജിക് കമ്മ്യൂണിറ്റി ഫൗണ്ടർ ആയിട്ടുള്ള സേഫ് സാറെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. സർ പ്ലീസ് വെൽക്കം. സേഫ് സർ. Good morning. Magic morning to all. എല്ലാവർക്കും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ലോ ഓഫ് അട്രാക്ഷനും അതിൻ്റെ സാധ്യതകളൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന അല്ലെങ്കിൽ ഈ പ്രപഞ്ചശക്തി നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ഒരു കഴിവെന്ന് പറയുന്നത് വിഷ്വലൈസേഷനാണ്. ഈ ഭൂമി സൃഷ്ടിച്ച് മനുഷ്യനെ ഈ ഭൂമിയിലേക്ക്, മറ്റു മൃഗങ്ങളെ പോലെ തന്നെ ആ ഒരു ഗണത്തിൽപ്പെട്ട് മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടതിന് ശേഷം ഈ ലോകത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്ന ജീവികളിൽ നമുക്ക് മനുഷ്യരെ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ലോകത്തിലെ അത്ഭുതങ്ങൾ എടുക്കുകയാണെങ്കിലും ഇന്ന് നമ്മൾ കാണുന്ന ഓരോ സംഭവം എടുക്കുകയാണെങ്കിലും അതൊക്കെ ഓരോ ആളുകളുടെ വിഷ്വലൈസേഷൻസിന്റെ അല്ലെങ്കിൽ അയാളുടെ മെന്റലി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വിഷ്വൽ ഇമാജിന്റെ ഔട്ട്പുട്ടാണ്. ഏതൊരു കാര്യമാണെങ്കിലും, ഇത്ര സില്ലി കാര്യമാണെങ്കിലും അതൊരു വിഷ്വൽ ഇമേജിന്റെ ഔട്ട്പുട്ടാണ്. ഞാൻ ധരിച്ചിരിക്കുന്ന ഡ്രസ്സ് ആയിക്കോട്ടെ, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സൂം ആയിക്കോട്ടെ, നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ആയിക്കോട്ടെ. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സംഭവം അതാണ് 6 steps to being using daily creative visualization. നമ്മൾ ഡെയിലി ക്രിയേറ്റീവായിട്ട് വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട 6 കാര്യങ്ങൾ. ഇതിൽ പുതിയതായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും. ഇപ്പം എന്താണ് വിഷ്വലൈസേഷൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് വിഷ്വലൈസേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു തിങ്ക് ആൻഡ് ഗ്രോ എന്നൊക്കെ പറയുന്ന പുസ്തകങ്ങളിലൊക്കെ സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. പല സയന്റിസ്റ്റുകളും അവർക്ക് കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, റൂമിൽ കുറച്ച് നേരം തനിച്ചിരിക്കുക എന്നതാണ്. എന്താണ് വിഷ്വലൈസേഷൻ ചോദിക്കുകയാണെങ്കിൽ, വിഷ്വലി നമ്മൾ കാണുന്ന സമയത്ത്, നമ്മൾ എന്തെങ്കിലും സംഭവങ്ങൾ കാണുന്ന സമയത്ത് റിയൽ അല്ലെങ്കിലും നമ്മളുടെ മെന്റൽ അല്ലെങ്കിൽ നമ്മളുടെ ഇമോഷൻസും ഫീലിങ്സും അതിനോട് സാമ്യമാവുന്നുണ്ടാവും. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളെല്ലാ ആളുകളും സിനിമ കണ്ട ആളുകളായിരിക്കും. നമ്മളെല്ലാ ആളുകളും സിനിമ കണ്ട ആളുകളായിരിക്കും അല്ലേ? ഇഷ്ടംപോലെ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. സിനിമ കണ്ടിരുന്ന സമയത്ത് ചില സിനിമയിലെ രംഗങ്ങൾ, അതായത് വളരെ സങ്കടമുള്ള രംഗങ്ങൾ നമ്മൾ സിനിമയിൽ കാണാം. വളരെ സെന്റിമെന്റൽ ആയിട്ടുള്ള രംഗങ്ങളാണ് നമ്മൾ സിനിമയിൽ കാണുന്നത്. ഇങ്ങനെയാണെങ്കിൽ എന്താണ് നമുക്കപ്പോൾ ഉണ്ടാവുന്ന, നമ്മുടെ ലൈഫിൽ എന്താ സംഭവിക്കുക? നിങ്ങൾ വളരെ സങ്കടപ്പെട്ട സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, വളരെ സങ്കടം നിറഞ്ഞിരിക്കുന്ന ഒരു സിനിമ. ആ സിനിമ കാണുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത്? എന്താണ് അപ്പോൾ സംഭവിക്കുക?
ഇതുപോലുള്ള കാര്യങ്ങൾ അട്രാക്ട് ചെയ്യുന്നു, നമ്മുടെ സങ്കടം. നമ്മൾ ആ ഒരു സിനിമയിൽ കാണുന്ന അതേ സ്റ്റേജിലേക്ക് അല്ലെ, ആ സിനിമയിൽ അഭിനയിക്കുന്ന അഭിനേതാക്കളുടെ സങ്കടത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, കൂടിച്ചേരും. നമുക്ക് അതേപോലെ സങ്കടം, അതേപോലെ ഇമോഷൻസും അതേപോലെ ഫീലിങ്സും ഉണ്ടാവും. ശരിയാണോ? ശരിയാണോ അല്ലേ? ശരിയാണെങ്കിൽ എസ് എന്ന് പറയാം, അല്ലെങ്കിൽ എൻ എന്ന് പറയാം, കമന്റ് ചെയ്യാം. എന്തുകൊണ്ടാണ്? നമുക്കറിയാം അത് സിനിമയാണ്, അത് റിയൽ അല്ല എന്നൊക്കെ നമുക്കറിയാം. എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ സങ്കടപ്പെടാനുള്ള കാര്യം? ആർക്കാ പറയാൻ സാധിക്കുക? ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് സിനിമയാണ്, ആ സിനിമയിലെ കഥാപാത്രങ്ങൾ അഭിനയിക്കുകയാണ്. ഇറ്റ്സ് നോട്ട് എ റിയാലിറ്റി, വി നോ എവറിഥിങ്, നമുക്കതെല്ലാം അറിയാം. എന്നിട്ടും നമ്മൾ എന്തുകൊണ്ട് അതേപോലെ ആ സങ്കടം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ സിനിമയിൽ അഭിനയിക്കുന്ന അഭിനേതാവിന്റെ സ്റ്റൈലിലേക്ക് നമ്മൾ മാറാനുള്ള കാരണം എന്താണ്? എന്താണ്? ആർക്കും പറയാം. എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ ആവുന്നേ? ആ ഒരു സമയത്ത് നമ്മൾ എന്തുകൊണ്ട് അങ്ങോട്ട് മാറാനുള്ള കാരണം എന്താണ്? നമ്മൾ ആ ഒരു സിറ്റുവേഷൻ വിഷ്വൽസിൽ കാണുന്നുണ്ട്, അപ്പൊ അത് നമ്മുടെ മൈൻഡിൽ സ്റ്റോർ ആയിട്ട് അത് ഓർത്ത് സങ്കടം വരുന്നത്. നമ്മൾ ആ സിറ്റുവേഷൻസ് ഇങ്ങനെ വിഷ്വലിൽ കാണുന്നുണ്ട് അല്ലെ? വിഷ്വലിൽ കാണുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? നമ്മളുടെ അതേ സിറ്റുവേഷൻസിൽ നമുക്ക് വരാൻ സാധിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ബ്രെയിനിന് അറിയാം ഇറ്റ്സ് നോട്ട് റിയൽ, ഇതൊരു ഫിലിം ആണെന്നൊക്കെ അറിയാം. പക്ഷെ നമ്മൾ ആ ഒരു മൊമെന്റിനെ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ കാണുന്ന വിഷ്വലി നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മൈൻഡ് അതേ ഫീലിങ്സിലേക്ക് വരുന്നുണ്ട്. ഇത് തന്നെയാണ് പവർ ഓഫ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫിൽ എന്താണോ വേണ്ടത് അതിനാദ്യം നമ്മുടെ മനസ്സിൽ കൊണ്ടുവരികയാണ് ഒരാൾക്ക് സക്സസ് ആവാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന സംഭവമാണ് ഗോൾ സെറ്റിങ്സ് ഒക്കെ എന്ന് പറയുന്നത്. അറ്റ്ലീസ്റ്റ് ഇന്നലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന, എൻ്റെ ഓഫീസിൽ ഉണ്ടായിരുന്ന നസ്രു എന്ന് പറയുന്ന ഒരാൾ വിളിക്കുകയാണ്. വിളിച്ചിട്ട് എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് കുറച്ച് കോഴ്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ഒരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചൊരു ചോദ്യമായിരുന്നു, നിന്നെ ഒരു 25 വയസ്സാകുമ്പോൾ, നിനക്ക് ഒരു 18 വയസ്സായിട്ട് 25 വയസ്സാകുമ്പോഴുള്ള നിന്റെ ജീവിതം എങ്ങനെയാണ് നിനക്ക് കാണാൻ സാധിക്കുന്നത്? ആ ഒരു ലൈഫിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിന്റെ മൈൻഡിലേക്ക് എന്തൊക്കെയാണ് വരുന്നത്? ആ ഒരു പ്രോസസ്സിൽ എന്ത് ചെയ്യുക, ഞാൻ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നതെന്ന് നീ വിശ്വസിക്കും. ബാക്കി നിനക്ക് പറ്റുന്ന കോഴ്സുകൾ, ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നിന്നിലേക്ക് വന്നു ചേരും. നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് നമ്മൾ ഇമോഷൻസോ ഫീലിങ്സോ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ നിങ്ങൾക്ക് ആരായി തീരണമെങ്കിലും, നിങ്ങൾ ഏതൊരു വർക്ക് ചെയ്യുന്ന ഒരാളായി തീരണമെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ ഉയർച്ച വേണമെങ്കിലും, നിങ്ങളുടെ ബിസിനസ്സിൽ ഉയർച്ച വേണമെങ്കിലും, ഏതൊരു മേഖലയിൽ ഉയർച്ച വേണമെങ്കിലും, അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആ വ്യക്തിയായിട്ട് മാറാനാണ്. അപ്പൊ ഒരാൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല, കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല. അയാൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ട്, പക്ഷെ അതേപോലെ ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അയാൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ വിഷ്വലൈസേഷൻസ് ആണ്. ആ വിഷ്വലൈസേഷൻസ് അയാൾ എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത്, ആ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് അയാൾ മാറിയത്. ആളുകളായിട്ട് പറയുന്ന ആൾക്ക് കേൾക്കാൻ പറ്റണം, ആ സേഫ് നീ പാകം മാറിയല്ലോ, ഓക്കെ, നീ ടോട്ടലി ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ, നിന്റെ ഔട്ട്ലുക്കും ചേഞ്ച് ആയിട്ടുണ്ട്, നിന്റെ ക്യാരക്ടർ ചേഞ്ച് ആയിട്ടുണ്ട്, ബിസിനസ്സിലുള്ള ചേഞ്ചസ് നമ്മൾ കാണുന്നുണ്ട്. നിങ്ങൾ ഓരോ ആളുകളെ നിങ്ങളെ കുറിച്ച് അങ്ങനെ പറയുന്നതും, നിങ്ങൾക്ക് ആ ചേഞ്ചസ് വരുന്നതും, നിങ്ങൾ ആഗ്രഹിച്ചൊരു ജീവിതം നിങ്ങൾക്ക് കിട്ടുന്നതും നിങ്ങൾക്ക് വിഷ്വലി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമ്പോൾ, നിങ്ങൾ നേരത്തെ സിനിമ കണ്ടപ്പോൾ സങ്കടപ്പെട്ടത് നിങ്ങൾക്ക് സിനിമയാണ് കാണുന്നതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ബ്രെയിന് സങ്കടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻ അങ്ങോട്ട് കണക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ, അതേപോലെ ഈ വിഷ്വലൈസേഷൻ കൊണ്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ലോ ഓഫ് അട്രാക്ഷൻ എന്താ പറയുന്നത്? ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ എന്തിനെ കുറിച്ചിട്ടാണോ ചിന്തിക്കുന്നത്, എന്തിനെ കുറിച്ചിട്ടാണോ ഫീൽ ചെയ്യുന്നത്, എന്തിനെ കുറിച്ചിട്ടാണോ ഇമോഷൻസ് നിങ്ങൾക്ക് വരുന്നത്, അത് നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകുമെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ചുമ്മാ നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ണടച്ച് വെക്കുക. എല്ലാ ആളുകളും എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് കണ്ണടക്കുക, ഒരൊറ്റ മിനിറ്റ് കണ്ണടക്കുക. ഒരൊറ്റ മിനിറ്റ് ഒന്ന് കണ്ണടച്ച്, ഒന്ന് കണ്ണടച്ചതിന് ശേഷം ഒന്ന് ബ്രീത്ത് ഇൻ ചെയ്ത് ബ്രീത്ത് ഔട്ട് ചെയ്തേ. ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്.
ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. നിങ്ങളിപ്പോ ഞാൻ പറയുന്ന അതേ ഒരു മെന്റൽ സ്റ്റേറ്റിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ പിക്ചറൈസ് ചെയ്യുക. നമ്മളെല്ലാ ആളുകളും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന നമ്മളെല്ലാ ആളുകളും കൂടെ ഒരു ബസ്സിൽ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ആ സീറ്റിൽ കുറേ ആളുകളൊക്കെ സീറ്റിൽ ഇങ്ങനെ ഇരുന്ന് ബസ് ഇങ്ങനെ സ്റ്റാർട്ടാക്കി ഇങ്ങനെ പോകുന്ന സമയത്ത് ഇതിൽ റസാഖ് സാറ് എണീറ്റ് നിന്ന് മൈക്കൊക്കെ എടുത്ത് സംസാരിക്കുന്നപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, ഗുഡ് മോർണിംഗ്, ഇന്ന് തിങ്കളാഴ്ചയാണ്, നമ്മളെ ബി മാജിക്കാർ എല്ലാവരും കൂടെ യാത്ര പോവുകയാണ്. ആ സൗണ്ടൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കേൾക്കാൻ സാധിക്കുന്നുണ്ടാവും. കുറച്ചിങ്ങനെ കഴിഞ്ഞപ്പോൾ ബസ്സിൽ മ്യൂസിക് ഇട്ടിരിക്കുകയാണ്. ആ മ്യൂസിക്കിനനുസരിച്ചിട്ട് നമ്മളിങ്ങനെ ഡാൻസ് ചെയ്യണം. ഓരോ ആളുകളും ആ ബസ്സിൽ ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഡാൻസ് ചെയ്യാൻ സ്ഥലമുള്ള ബസ്സാണ്. നമ്മളിപ്പോൾ ഡാൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡാൻസ് ഒക്കെ ചെയ്ത് കുറച്ചിങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ബസ് വളരെ മനോഹരമായിരിക്കുന്ന ഒരു സ്ഥലം. ആ സ്ഥലം എന്ന് പറയുന്നത്, അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നല്ല ടാർ ചെയ്തിരിക്കുന്ന ഒരു ഗ്രാമപ്രദേശമാണ്, റോഡാണ്. അതിന്റെ ചുറ്റും നോക്കുന്ന സമയത്ത് ഇടതുവശത്ത് ഫുള്ള് നിങ്ങൾക്ക് വയലാണ് കാണാൻ സാധിക്കുന്നത്. മനോഹരമായിരിക്കുന്ന വയൽ. അവിടെ പച്ച നിറത്തിലുള്ള ഞാറുകൾ വളരെ മനോഹരമായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അത് പൂക്കുന്നതിന് മുമ്പുള്ള ഒരു സമയത്ത് ഇങ്ങനെ നിൽക്കുക. തൊട്ട് റൈറ്റ് സൈഡിൽ നോക്കുന്ന സമയത്ത് കുറച്ച് ഹൈറ്റുള്ള സ്ഥലമാണ്, ഒരു കുന്നുപോലെ ഹൈറ്റുള്ള സ്ഥലമാണ്. അവിടെ സ്ഥലത്ത് വണ്ടി സൈഡാക്കിയിട്ട് നമ്മളിങ്ങനെ ചെറിയ സ്റ്റെപ്പുകൾ ഇങ്ങനെ കയറി പോവാണ്. കുറേ സ്റ്റെപ്പുകൾ ഇങ്ങനെ കയറി പോയ സമയത്ത് അവിടെ കുറേ പൂക്കൾ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ പൂക്കളും ഉണ്ട്. അപ്പൊ നിങ്ങൾ ആ പൂവിന്റെ സ്മെല്ലൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. റോസാ പൂവാണെങ്കിലും അവിടെ വേറെ ഏതൊക്കെയാ തരത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പൂക്കളുണ്ടോ ആ പൂക്കളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ചങ്ങനെ ചെല്ലുന്ന സമയത്ത് അവിടെ വളരെ മനോഹരമായിരിക്കുന്ന ഒരു പാർക്കും, ആ പാർക്കിനുള്ളിലേക്ക് നമ്മളിങ്ങനെ ചെല്ലുന്ന സമയത്ത് അവിടെ നല്ല ഒരു ചായക്കട നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ മനോഹരമായിരിക്കുന്ന ഒരു ചായക്കട. നല്ല തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ആ ചായപീടികയുടെ അടുത്തെത്തിയപ്പോൾ അതിന് ചുറ്റും ഇങ്ങനെ ചായ കുടിക്കുന്ന ആളുകളും അവിടെ കുറെ സ്നാക്സ് ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല ചൂടുള്ള പല സ്നാക്സുകളും കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ അവിടെ നിന്ന് ഓർഡർ ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചായ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാപ്പി, ഇഷ്ടപ്പെട്ട ഒരു കാപ്പി. ആ ഒരു ചായയും കാപ്പിക്ക് പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. അതൊരു പേപ്പർ ഗ്ലാസ്സിൽ നിങ്ങൾ അങ്ങനെ കയ്യിൽ തന്നപ്പോൾ കയ്യിൽ പിടിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ചൂട് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. പതുക്കെ നിങ്ങൾ ആ പേപ്പർ ഗ്ലാസ്സിലോട് കൂടിയിട്ട് നിങ്ങളുടെ ചുണ്ടിനോട് നിങ്ങൾ ഇഷ്ടപ്പെട്ട ചായയോ അല്ലെങ്കിൽ കോഫിയോ ഒരു സിപ്പ് കുടിക്കുകയാണ്. ആ കുടിക്കുന്ന സമയത്ത് അതിന്റെ ടേസ്റ്റും അതിന്റെ ഒരു ചൂടൊക്കെ നമ്മുടെ വായിൽ ഇങ്ങനെ എത്തിയിട്ട് അത് ചൂടോടുകൂടെ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുന്ന, വയറിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുന്ന നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നത്. എന്തോ ഒരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചുറ്റുപാടും പൂക്കളുടെ സ്മെല്ലും ചെറിയ പാട്ടുകളും കുറെ നല്ല മനോഹരമായിരിക്കുന്ന കുറെ കുട്ടികളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങൾ വളരെ വളരെ ഹാപ്പിയാണ് ആ സിറ്റുവേഷൻസിൽ. എന്തൊന്നില്ലാത്ത സന്തോഷം. നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാ ആളുകളും ഉണ്ട്. നമ്മളങ്ങനെ ചിരിച്ച് സംസാരിക്കുന്നതൊക്കെ നമുക്കങ്ങനെ ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ ഓപ്പൺ യുവർ ഐസ്. ഓക്കെ, എന്താണ് സംഭവിച്ചത്? ആർക്കാണ് ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റും? എന്താണ് നിങ്ങൾ കണ്ട? എന്താണ് എനിബഡി? അത് ഒരു ബസ് സാറാദ്യം പറഞ്ഞ പോലെ ഞാൻ കണ്ട ഒരു ഗ്രീൻ ബസ്സാണ് കണ്ടത്. ബസ്സിൽ AC ബസ്സില് ടൂർ ബസ് എന്നുള്ള ആ രീതിയിൽ പോകുന്നതും പിന്നെ സാറിന്റെ സംസാരം കേട്ടിരുന്നു. വൈറ്റ് ഷർട്ട്, ആ ഒരു ഇതിലാ കണ്ടത്. പിന്നെ പോയി അവിടെ എത്തുമ്പോ നമ്മള് ഇപ്പൊ ഊട്ടിയിലൊക്കെ പോകുന്ന ആ ഒരു തണുപ്പുള്ള ആ ഒരു പ്രദേശം പോലെ ആ ഫീൽ ചെയ്ത് വെള്ളപ്പൊക്കം ഇങ്ങനെ കാണുന്നുണ്ട്. പിന്നെ ആ തണുപ്പില് ഡ്രസ്സൊക്കെ ഇട്ടവരെയാ കാണുന്നത്. പിന്നെ നമ്മള് മറ്റേ സൈഡിലെ ആ വയലും പച്ചപ്പും കണ്ടിരുന്നു. ശരിക്കും അവിടെ പോയ ഒരു ഫീലാണ്. താങ്ക് യു. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മോസ്റ്റ് ഓഫ് പീപ്പിൾസിനും അവിടെ പോയ ഫീലിങ്സ് അല്ലെങ്കിൽ അത് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഫീൽ ചെയ്യാൻ പറ്റിയ ആളുകൾക്ക് F എന്ന് കമന്റ് ചെയ്യാം. ജസ്റ്റ് കമന്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് F എന്ന് കമന്റ് ചെയ്യാം. ഫീൽ ചെയ്യാൻ പറ്റിയ ആളുകൾ. ഈ ഒരു സംഭവം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ പല സിറ്റുവേഷൻസിലൂടെയും കടന്നു പോകും. ചിലപ്പോൾ നമുക്ക് ഒറ്റപ്പെടൽ അനുഭവപ്പെടാം, ചിലപ്പോൾ നമുക്ക് ഡിപ്രഷൻസ് ഉണ്ടാവാം, ചിലപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ടാവാം. അങ്ങനെ ലൈഫിൽ ഏതൊരു മൊമെന്റിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിലും ഇതേ ഒരു ടെക്നിക്ക് ഞാനൊക്കെ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ഏതൊരു മൊമെന്റിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മള് ആ ഒരു മെന്റൽ സ്റ്റേറ്റ്, ചില ആളുകളൊക്കെ ചിലപ്പോൾ രാവിലെ ഉറങ്ങി എണീക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും ബാഡ് സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും.
പിന്നെ ഇതന്നെ ആയിരിക്കും ഇവരിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുക, ആ കണ്ട സ്വപ്നങ്ങൾ. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് വിഷ്വലൈസ് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾ ഒരു സ്ഥലത്ത് പോയി നിങ്ങളുടെ ഓഫീസിൽ നിന്ന് ചിലപ്പോൾ നിങ്ങളുടെ ബോസ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ടീം ലീഡറോ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനോ അമ്മയൊക്കെ ആരെങ്കിലും ഇപ്പോൾ ഫയർ ചെയ്തിട്ടുണ്ടാവും, ചീത്ത പറഞ്ഞിട്ടുണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ നമ്മളെ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ ഇതേ ഫീലിങ്സ് തന്നെ ആണെങ്കിൽ എന്ത് ചെയ്യുക, നേരെ തിരിച്ച് കാണും. ഒരു സങ്കടമുള്ള സിനിമ കുറേ കണ്ട് സങ്കടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, സങ്കടപ്പെട്ട സിനിമ കുറേ നേരം കണ്ടു കഴിഞ്ഞാൽ പിന്നെ കോമഡി പടം കണ്ടാൽ മതി. എന്താ സംഭവിക്കുക, കുറച്ച് സമയം ആ കോമഡി പടം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സങ്കടത്തിന്റെ സിനിമ മാറിയിട്ട് നമ്മുടെ മൈൻഡിലേക്ക് ഫുൾ കോമഡി വരും. ലൈക്ക് ദാറ്റ് നമ്മുടെ ലൈഫിലെ സിറ്റുവേഷൻസ് ഏതോ ആയിക്കൊള്ളട്ടെ, നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ ലൈഫിന് എങ്ങനെ വേണോ അതേപോലെ കാണും. ദ പവർ ഓഫ് അവർ മൈൻഡ്. നമ്മുടെ പവർ, പിന്നെ മൈൻഡിന്റെ പവർ എന്ന് പറയുന്നത്, ഇഫ് യു ആർ കോൺസ്റ്റന്റ്ലി റിപ്പീറ്റിംഗ് സർട്ടൻ തോട്ട് ടു യുവർ സെൽഫ്, യുവർ സബ് കോൺഷ്യസ് മൈൻഡ് ആക്സെപ്റ്റ് ദീസ് തോട്ട്സ് ആൻഡ് ദീസ് കോസ് ചേഞ്ച് ഇൻ യുവർ ലോങ് ടൈം മൈൻഡ് സെറ്റ്. നമ്മൾ ഏതൊരു കാര്യങ്ങളാണെങ്കിലും റിപ്പീറ്റ് ചെയ്ത് കാണുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതിനെ ആക്സെപ്റ്റ് ചെയ്യുകയും നമ്മൾ അങ്ങനെയാണെന്ന് വിശ്വസിക്കുകയും ചെയ്യും. വിജയിച്ച ഏതൊരാളോട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും ഇതേ സാധനം തന്നെ പറയാം. ഇങ്ങനെ നമുക്ക് വിഷ്വലൈസ് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് സ്ട്രെസ് ഒഴിവാക്കാനാണ്. പല ആളുകൾക്കും ഉണ്ടാകുന്ന സിറ്റുവേഷൻ സ്ട്രെസ് ആയിരിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഇന്റർവ്യൂ പോവാണ്, അല്ലെങ്കിൽ വേറെ ആളെ ഇത് ചെയ്യണം, നമുക്ക് നല്ല സ്ട്രെസ് ഫീൽ ചെയ്യും. വിഷ്വലൈസേഷൻസിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ട്രെസ്സിന് നമുക്ക് നല്ല രീതിയിൽ റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഒന്നാമത്തെ ബെനിഫിറ്റ്സ്. സ്ട്രെസ് അനുഭവിക്കാത്ത ആളുകൾ വളരെ കുറവായിരിക്കും, അല്ലേ? എല്ലാ ആളുകളും അനുഭവിക്കുന്ന ഒന്നാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് സ്ട്രെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഏത് സിറ്റുവേഷൻസും ആയിക്കോട്ടെ, നിങ്ങളെ ലൈഫിൽ ഏത് സിറ്റുവേഷൻസും ആയിക്കോട്ടെ, ആ സിറ്റുവേഷൻസിനെ ഓവർകം ചെയ്യാൻ അതിന്റെ ഓപ്പോസിറ്റ്. ഇപ്പോൾ ഒരാൾ ഇന്റർവ്യൂവിന് പോവാണ്, സ്വാഭാവികമായിട്ടും സ്ട്രെസ് ഉണ്ടാവും. എക്സാമിന് പോവാണ്, സ്വാഭാവികമായിട്ടും സ്ട്രെസ് ഉണ്ടാവും. വേറെ എന്തെങ്കിലും ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുള്ള സമയമാണ്, സ്ട്രെസ് ഉണ്ടാവും. അവിടെ നിങ്ങൾക്ക് എക്സാമിന് പോകുന്നതും ആ ഇന്റർവ്യൂവിന് പോകുന്നതും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതും ഇന്റർവ്യൂ വളരെ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതും ഇത് ചെയ്യുന്നതോട് കൂടി നിങ്ങൾ എന്ത് ചെയ്യും, മെന്റൽ സ്റ്റേറ്റ്സ് മാറും. ഓക്കെ, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ടാവും. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് സ്ട്രെസ്സിന് ഒഴിവാക്കാൻ പറ്റും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇമാജിൻ ചെയ്ത് വെക്കുക, നിങ്ങളിപ്പോൾ ഒരു ഡ്രൈവിംഗ് ചെയ്യാണ്, ഒരു യാത്ര ചെയ്യാണ്. ഈ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആകെ സ്ട്രെസ്ഡ് ആണ്, ഒന്നിനും ചെയ്യാൻ പറ്റുന്നില്ല, ആകെ ടെൻഷനാണെങ്കിൽ നിങ്ങളുടെ ഫോക്കസ് നഷ്ടപ്പെടും. ഒരു പക്ഷേ ആ യാത്രയിൽ ആക്സിഡന്റ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ ഇതേപോലെ വിഷ്വലൈസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് രണ്ടാമത് കിട്ടുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫോക്കസ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. പല ആളുകൾക്കും ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും ഫോക്കസ് ഇല്ലായ്മ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഈ മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്യുന്നതിലൂടെയൊക്കെ നമുക്ക് അതിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും കൂടും. ഫോക്കസ് ഇല്ലാത്ത ആളുകൾ, സ്ട്രെസ് ഫീൽ ചെയ്യുന്ന ആളുകൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ് എന്തെന്ന് പറയുന്നത്, വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത്, ഏറ്റവും വലിയ കഴിവ് എന്ന് പറയുന്നത് അതാണ്. നമ്മളിന്ന് കാണുന്ന ഓരോ സാധനങ്ങളും, നമ്മളിന്ന് കാണുന്ന ഏത് സാധനങ്ങളാണെങ്കിലും ഒരു സമയത്ത് അത് റിയാലിറ്റി അല്ലായിരുന്നു. ഒരു സമയത്ത് അത് ഒരാളുടെ മൈൻഡിൽ വന്നിരിക്കുന്ന അല്ലെങ്കിൽ അയാളുടെ ഇമാജിനേഷനിൽ വന്നിരിക്കുന്ന ഒരു സംഭവമാണ്. എന്തൊരു കാര്യം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് എന്ത് ചെയ്യും, നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് കൂടും. സെൽഫ് കോൺഫിഡൻസ് കൂട്ടാനും കൂടെയുള്ള ഏറ്റവും നല്ല മെത്തേഡാണ് എന്ത്, വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂട്ടാൻ പറ്റും. ഇതെന്താണ്, വിഷ്വലൈസേഷൻ കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന ഒരു ഉപകാരമാണ്. നാലാമത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പിനെസ് കിട്ടും. ഇപ്പൊ നിങ്ങൾ യാത്ര പോയ സമയത്ത്, ഇപ്പൊ ചുമ്മാ ഇപ്പൊ നമ്മൾ വെറുതെ ഒരു സംഭവം പറഞ്ഞാൽ, ഈ യാത്ര പോയ സമയത്ത് ഇതെല്ലാം കണ്ട സമയത്ത് ഹാപ്പിനെസ് കൂടിയ ആളുകളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ, എച്ച് എന്ന് കമന്റ് ചെയ്തേ. ഓക്കെ, നിങ്ങൾ ജോയ് അല്ലെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങളെ ഹാപ്പിനെസ് കൂടിയിട്ടുള്ള ആളുകൾ ജസ്റ്റ് എച്ച് എന്ന് കമന്റ് ചെയ്യുക. ആ യാത്ര പോയതും അവിടുന്ന് ചായ കുടിച്ചത് കണ്ടതും ഈ ഒരു ഫ്ലവറിനെ കണ്ടതൊക്കെ ചെയ്തൊക്കെ സമയത്ത് ഓക്കെ, മേഘ മാമിന് കൂടി, ബാക്കി ഒരാൾക്ക് ഹാപ്പിനെസ് കൂടിയുള്ളൂ. ഓക്കെ, സവിതക്ക് കൂടി, അല്ലെ? നമുക്ക് എന്താണ്, ഹാപ്പിനെസ് കൂടും. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിത്ത് അവർ കോൺഫിഡൻസ് നമുക്ക് ഇൻസ്പിറേഷൻ കൊടുക്കാൻ പറ്റും. നമുക്ക് തന്നെ വേറെ കുറെ മോട്ടിവേഷൻ വന്നാൽ, ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ ഉള്ളിൽ നിന്ന് നമ്മളെ ഒരു സ്പിരിറ്റ് നമ്മളെ ഉള്ളിൽ നിന്ന് ഉണ്ടാവേണ്ട സാധനമാണ് ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്.
ആ ഇൻസ്പിറേഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൂട്ടാൻ പറ്റും. ഇൻസ്പിറേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂട്ടാൻ പറ്റും. അതിന് നമ്മൾ ചെയ്യേണ്ട സാധനം എന്താണ്? അതിനും ചെയ്യേണ്ട സാധനം എന്ന് പറയുന്നത് വിഷ്വലൈസേഷൻസ് ആണ്. അപ്പൊ നിങ്ങൾ നല്ല ഒരു ലൈഫ് നിങ്ങളൊന്ന് കണ്ടുനോക്കണ്ടേ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ബിസിനസ്സുകാരനായിട്ട് നിങ്ങൾ മാറുന്നത്, നിങ്ങൾ മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്രൊമോഷനിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലി നിങ്ങൾക്ക് കിട്ടുന്നത്, ആ ഒരു മൊമെന്റിലൂടെ നിങ്ങൾ അങ്ങനെ കടന്നു പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇൻസ്പയർഡ് ആവും. ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മൾ റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും വിഷ്വലൈസേഷൻ ചെയ്യുന്നതിലൂടെ. നിങ്ങൾ നല്ലൊരു വ്യക്തിയായിട്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ കാണുന്നതിലൂടെ, നിങ്ങൾ നിങ്ങളെ തന്നെ കാണുന്നതിലൂടെ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ ഈ കോൺഫിഡൻസ് കൂടി, അതേപോലെ ഫോക്കസ് കൂടി, നമ്മളെ ഹാപ്പിനെസ് കൂടി, നമ്മുടെ ഇൻസ്പിറേഷൻസ് കൂടി, ഇതൊക്കെ സംഭവിക്കുന്നതോട് കൂടിയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മറ്റുള്ള ആളുകളോട് പെരുമാറുന്ന രീതിയിൽ മാറ്റങ്ങൾ വരും. ആ മറ്റുള്ള ആളുകളോട് പെരുമാറുന്ന രീതിയിൽ മാറ്റം വരുന്നതോട് കൂടിയിട്ട് തന്നെ നമ്മുടെ റിലേഷൻഷിപ്പിൽ എന്ത് ചെയ്യും, നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. ഇത്രയും വലിയ പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. ഏതൊരു കാര്യത്തിനും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിഷ്വലൈസേഷൻ ചെയ്യാൻ പറ്റും. അപ്പം ഇതിൽ കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. ഒരു 6 സ്റ്റെപ്പുകളാണ് ഇതിനു വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പറയാനുള്ളത്. 6 സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്, സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് സെറ്റ് ദ മൂഡാണ്. നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പൊ നമ്മളിപ്പോ ഈ ഒരു സംഭവം നേരത്തെ ഞാൻ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക പറയുന്ന സമയത്ത് ഞാൻ അവിടെ ഒരു മൂഡ് സെറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഈ മൂഡ് സെറ്റ് ചെയ്യാൻ സാധിക്കാം. നമ്മൾ പല സിറ്റുവേഷൻസിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ചിലപ്പോൾ സങ്കടത്തിലായിരിക്കും, ചിലപ്പോൾ ദേഷ്യത്തിലായിരിക്കും. ഇങ്ങനെ പല പല സിറ്റുവേഷൻസിൽ ഉണ്ടാവുന്ന സമയത്ത് എങ്ങനെയാണ് നമുക്ക് ഒരു മൂഡ് സെറ്റ് ചെയ്യാൻ സാധിക്കുക? അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ബേസിക്കലി ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഇതേ സാധനം തന്നെ, നമ്മളിപ്പോൾ ചെയ്യുന്ന സാധനം എന്ന് പറയുന്നത്, നമ്മൾ എന്ത് ചെയ്യുക, ഒരു വളരെ വീട്ടിലിരിക്കുന്ന സമയത്താണ്, അല്ലെങ്കിൽ ഓഫീസിലിരിക്കുന്ന സമയത്താണ്, നമ്മൾ വളരെ ഡൗൺ ആയിരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങുക, ഒന്ന് നടക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് കുളിക്കുക, അല്ലെങ്കിൽ കുറച്ച് നേരം പാട്ട് കേൾക്കുക. ഇങ്ങനെ ആദ്യം നമ്മളെ മൈൻഡിന് എന്ത് ചെയ്യുക, ഒന്ന് റിലാക്സ്ഡ് സ്റ്റേജിലേക്ക് കൊണ്ടുവരാം. നല്ല ടെൻസ്ഡ് ആയിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ചായ കുടിച്ചാൽ മതിയാവും, ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ടിനെ വിളിച്ച് സംസാരിച്ചാൽ മതിയാവും. ഓക്കെ, ചിലപ്പോൾ പാട്ട് കേട്ടാൽ മതിയാവും, ചിലപ്പോൾ ഒരു സിനിമ കണ്ടാൽ മതിയാവും, ചിലപ്പോൾ ഒരു പുസ്തകം വായിച്ചാൽ മതിയാവും. എങ്ങനെയാണെങ്കിലും ഒരു മൂഡിന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പോസിറ്റീവായിട്ട് മൂഡിലേക്ക് നമ്മൾ മാറുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് എന്താണ്? ഒന്നാമത്തെ കാര്യം, നല്ലൊരു മൂഡിലേക്ക് എന്ത് ചെയ്യുക, നമ്മൾ മാറുക. അപ്പോഴാണ് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കറക്റ്റായിട്ട് അതിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുക. സ്റ്റെപ്പ് 2 ആണ് നമുക്ക് എന്ത് ചെയ്യും, ഒരു മെഡിറ്റേറ്റീവ് മോഡിലേക്ക് നമ്മൾ എൻ്റർ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ്. ഓക്കെ, ഈ മൂഡിൽ നിന്ന് നമ്മൾ പിന്നെ അങ്ങോട്ട് മാറണം, ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് മാറണം. ഈ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് എങ്ങനെയാണ് മാറാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനാണ് സാധാരണ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യുന്ന ഒരു സംഭവമാണ് എന്ത്, നമ്മളെ ബ്രീത്തിങ് എന്ന് പറയുന്നത്. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ബ്രീത്തിങ്. ഏതൊരു സിറ്റുവേഷൻസിലാണെങ്കിലും ഏതൊരു കണ്ടീഷൻസിലാണെങ്കിലും നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ബ്രീത്തിങ് ചെയ്തിട്ട് ബ്രീത്ത് ഔട്ട്. കാരണം നമ്മളിങ്ങനെ കരുതും, നമ്മൾ തന്നെ ഇപ്പൊ ബ്രീത്തിങ് ചെയ്തിട്ട് എല്ലാ സമയത്തും ശ്വസിക്കുന്നുണ്ടല്ലോ, പിന്നെ ഇപ്പൊ എന്താണ് ബ്രീത്തിങ് ചെയ്തിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യാൻ? നമ്മുടെ നാട്ടിലൊക്കെ ഈ സാധാരണ കൂലിപ്പണിക്ക് പോകുന്ന ഒരുപാട് ആളുകളുണ്ടാവും, ഈ കൽപ്പണിക്ക് പടവിനൊക്കെ പോകുന്ന ആളുകളുണ്ടാവും അല്ലെ? ഈ കൽപ്പണിക്കും പടവിന് അങ്ങനത്തെ പൊതിനൊക്കെ പോകുന്ന ആളുകൾ, റസാഖ് സാർ, പിന്നീട് എക്സസൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇവരൊക്കെ ഈ ഫിസിക്കലി വർക്കിന് പോകുന്ന ആളുകൾ എക്സസൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? യെസ് ഓർ നോ? അല്ലേ, ആവശ്യമുണ്ട് അല്ലെ? ഈ കൽപ്പണിക്കും കാര്യങ്ങളൊക്കെ പോകുന്ന ആളുകൾ എക്സസൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അവർ കരുതുന്നത് എന്താണ്, ഞാൻ ഫിസിക്കലി ഉള്ള ഒരു പണിയിലാണ് ഇൻവോൾവ് ആയിരിക്കുന്നത്, പിന്നെ എന്തിനാ എക്സസൈസ് ചെയ്യുന്നത്? അവരുടെ ഒരു കാർഡിയാക് വർക്കൗട്ട്, ബോഡിയുടെ എല്ലാ മേഖലകളിലും എത്തണമെങ്കിൽ അവർ മെന്റലി കൂടെ ചെയ്ത് അതിന് കറക്റ്റ് ആയിട്ട് എക്സസൈസ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവർക്ക് നല്ല ഹെൽത്ത് ലഭിക്കുള്ളൂ. എന്നത് പറഞ്ഞ പോലെ നമ്മൾ ഈ ശ്വസിക്കുന്നതല്ല, ബ്രീത്തിങ് ചെയ്തിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യാറുമ്പോൾ നമ്മൾ മൈൻഡ്ഫുൾനെസ്സോടെ കൂടെ ചെയ്യണം. നമ്മൾ ആ ബ്രീത്തിങ് ആസ്വദിക്കാൻ പറ്റണം. കാരണം നമ്മൾ, ഞാനിപ്പോൾ എൻ്റെ ശ്വാസം ഉള്ളിലേക്ക് എടുത്തിരിക്കുകയാണ്, അത് എക്സെയിൽ ചെയ്യുന്നത്, ഇൻഹെയിൽ ചെയ്യുന്നത്, അപ്പൊ ഉണ്ടാവുന്ന സ്റ്റേറ്റ് ആക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഒരുപാട് ഏരിയകൾ, ഓക്സിജനും കാര്യങ്ങളും ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റങ്ങൾ വരും. ഇത്രയും പവർഫുൾ ടെക്നിക്കാണ് ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ് ആണ് ഈ ബ്രീത്തിങ് ആൻഡ് ബ്രീത്ത് ഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ, മൂന്നാമത്തെ സ്റ്റേജിലേക്ക് എത്തുമ്പോഴാണ്, അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, നല്ലൊരു മൂഡിലേക്ക് പോയതിനു ശേഷം
നമ്മൾ സെക്കൻഡ് ചെയ്തിരിക്കുന്ന ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് വന്നു. 3 വിഷ്വലൈസ് യുവർ ഗോൾ എന്ന് പറഞ്ഞു. 3ാമത്തെ കാര്യമാണ് സ്റ്റെപ്പ് 3 ആണെന്ത് വിഷ്വലൈസ് യുവർ ഗോൾ. സ്റ്റെപ്പ് 3ലേക്ക് എത്തുമ്പോൾ വൺസ് യുവർ മൈൻഡ് ഫീൽ സ്റ്റിൽ ആൻഡ് റെസിപ്റ്റീവ് സ്റ്റാർട്ടിങ് ക്രാഫ്റ്റിംഗ് ആൻഡ് ഇമേജ് എന്ന് പറഞ്ഞു. നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു മോഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മളൊരു വലിയൊരു സ്ക്രീൻ, ഒരു 1.5 ഒരു 2 അടി അപ്പുറത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, വലിയൊരു സ്ക്രീൻ കാണുക. ആ സ്ക്രീനിൽ ആ ഒരു സ്ക്രീനിലേക്ക് എന്ത് ചെയ്യാം, ഫോക്കസ് ചെയ്യാം. ആ ഒരു സ്ക്രീനിൽ ഒരു സിനിമയിൽ കാണുന്ന അതേപോലെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ പിന്നീട് നമ്മളുടെ ലൈഫിൻ്റെ ഒരു സിനിമ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വ്യൂ അവിടെ കണ്ടുകൊണ്ടേയിരിക്കുക എന്നതാണ് അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മൾ അതിൻ്റെ എന്ത് ചെയ്യുക, ഒരു വ്യൂ എന്ത് ചെയ്യുക, അവിടെ കണ്ടുകൊണ്ടേയിരിക്കുക. അതാണ് വിഷ്വലൈസ് യുവർ ഗോൾ. അവിടെയാണ് നിങ്ങളുടെ ലൈഫിനെ കുറിച്ചിട്ടൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങളുടെ ലൈഫിനെ കുറിച്ചിട്ട് ഒരു ക്ലാരിറ്റി വേണ്ടത്. എൻ്റെ ലൈഫിൽ, എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ ഏതൊരു കാര്യത്തിന് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന സംഭവം ഈ വിഷ്വലൈസേഷൻസ് ആണ്. ഓക്കെ. പിന്നീട് 4ാമത്തെ സ്റ്റെപ്പിലേക്ക് എത്തുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമുണ്ട്. ഹോൾഡ് ഓൺ ടു ദ ഫീലിങ്സ് അസോസിയേറ്റഡ് വിത്ത് യുവർ വിഷ്വലൈസേഷൻ. നമ്മൾ അതിൻ്റെ ഫീലിങ്സിലേക്ക് വരണം. ചുമ്മാ നമ്മളിങ്ങനെ ഒരാൾ പറയുന്നത്, ഇപ്പം ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്ക് നേരത്തെ ഞാൻ വിഷ്വലൈസേഷൻസ് പറയുമ്പോൾ ആ ഫീലിങ്സിലേക്ക് എന്ന് പറയുമ്പോൾ നമ്മളെ പഞ്ചേന്ദ്രിയങ്ങളോട് വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. 5 ഇന്ദ്രിയങ്ങളും എന്ത് ചെയ്യണം, അവിടെ വർക്ക് ചെയ്യണം. നമുക്കത് കാണാൻ സാധിച്ചാൽ മാത്രം പോരാ. ആ പാട്ട് കേൾക്കുക എന്ന് പറയുമ്പോൾ കേൾക്കാൻ സാധിക്കണം. ആ ചായ എന്ന് പറയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കിട്ടണം. ആ ഫ്ലവർ എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്മെല്ല് കിട്ടണം. നമുക്ക് അതിലേക്ക് പിടിക്കുക എന്ന് പറയുമ്പോൾ ആ ടച്ചിങ്സിന്റെ ഫീലിങ്സ് കിട്ടണം. ഈ 5 ഇന്ദ്രിയങ്ങളും എന്ത് ചെയ്യണം, ഒരേപോലെ നമ്മളെ രീതിയിൽ ഒരു സംഭവം ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, മാർക്കാം. ഏതൊരു കാര്യത്തിലാണെങ്കിലും അവിടെ ഏറ്റവും നമുക്കിത് മാനിഫെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിലൊരു അഭിമാനം നമുക്ക് ഫീൽ ചെയ്യണം. നമ്മൾ ചെയ്യുന്ന സമയത്ത്, നമ്മളൊക്കെ കാണുന്ന സമയത്ത് നമ്മളെ കുറിച്ച് ആക്കി നമുക്കൊരു പ്രൈഡ്, ഒരു അഭിമാനം വേണം, ഹാപ്പിനെസ് വേണം, സന്തോഷം വേണം, കോൺഫിഡൻസ് വേണം. ഈ 3 കാര്യങ്ങളും അതിലുണ്ടായിരിക്കണം. ഒരാളിങ്ങനെ ഇത് ചെയ്യാണ്, ഞാൻ അങ്ങനെ വിഷ്വലൈസേഷൻ പറയാണ്, നല്ലൊരു ബിസിനസ്സുകാരനായിട്ട് മാറുന്നു. അപ്പം ഞാൻ എൻ്റെ ഓഫീസിലേക്ക് തന്നെ പോകുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത്, എൻ്റെ ബെൻസ് GLC ഇങ്ങനെ ഇറങ്ങുന്നത്, ഇങ്ങനത്തെ പാർക്കിംഗ്, അതിൻ്റെ കീ, ആ സൗണ്ട് ഒക്കെ ഫീൽ ചെയ്തിട്ട് പിന്നെ ഞാൻ കരുതുകയാണ് ഇതൊക്കെ നടക്കുമോ എന്നെനിക്ക് തോന്നിക്കഴിഞ്ഞാൽ അവിടെ തീർന്നു. ഇതൊക്കെ നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞതോടുകൂടിയിട്ട് എന്ത് ചെയ്യും, അതവിടെ തീരും. ഓക്കെ. നമ്മൾ ആ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് 3 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, നിങ്ങൾക്ക് അതിൽ അഭിമാനം ഫീൽ ചെയ്യണം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ. 2, നിങ്ങൾക്ക് അതിൽ ഹാപ്പിനെസ് ഉണ്ടായിരിക്കണം. 3, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. ഈ 3 കാര്യങ്ങളും അതിൽ വരുന്നുണ്ടെന്ന് ചെയ്യുക, നിങ്ങൾ വിശ്വസിക്കുക. സ്റ്റെപ്പ് 5ലേക്ക് വരുന്ന സമയത്ത് മേക്ക് എ ഹാബിറ്റ്സ് ഓഫ് ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻസ്. ഇത് ഒരു ദിവസം ചെയ്യേണ്ട കാര്യമല്ല. നിങ്ങൾക്ക് ഏത് സമയത്തും, നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയം വെച്ചിട്ട് വേറെ എവിടുന്ന് ചെയ്യാൻ പറ്റും. നിങ്ങൾ ബാത്റൂമിൽ ഇരിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കുളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. നിങ്ങൾ ഏതെങ്കിലും കാര്യങ്ങളിൽ, ഇപ്പൊ ഡ്രൈവിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ട് ബാക്കി ഏതൊരു സമയത്ത് നിങ്ങൾക്ക് കണ്ണടക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഹാബിറ്റ് ആക്കിയിട്ട് മാറ്റുക. ബേസിക്കലി നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിൻ്റെ ഒരു 15 മിനിറ്റ് മുമ്പെങ്കിലും നിങ്ങളിത് ചെയ്യുകയും ഉണർന്ന ഉടനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് കറക്റ്റായിട്ട് എത്തും. 6ാമത്തെ കാര്യമാണ് വർക്ക് ഹാർഡ് ടു അച്ചീവ് യുവർ ഗോൾ. നിങ്ങൾ ചെയ്യുന്ന, വിഷ്വലൈസ് ചെയ്യുന്ന ഗോളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഹാർഡ് വർക്കിംഗ് എന്ന് പറയുന്നതും ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ചുമ്മാ ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് വിഷ്വലൈസ് ചെയ്ത് നാളെ സുപ്രഭാതത്തിൽ സംഭവിക്കുന്നില്ല. നിങ്ങളത് വിഷ്വലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളതിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അറിയുന്ന സ്റ്റെപ്പുകൾ നിങ്ങൾ അതിലേക്ക് എടുക്കുക. നിങ്ങൾക്കൊരു ബെറ്റർ ലൈഫ് വേണമെന്നുള്ളതാണ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സംഭവത്തിലേക്ക് എത്തണം എന്നുള്ളതാണ്. നിങ്ങൾക്കിപ്പോൾ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതേ സംഭവങ്ങൾ വെച്ചിട്ട് വേണം എന്ത് ചെയ്യണമെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ അത് വെച്ച് അതിൽ വിശ്വസിച്ചിട്ട് ആ ഒരു പ്രോസസ്സിൽ നമ്മൾ വിശ്വസിച്ചിട്ട് എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. അതിലൊരു പക്ഷേ നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾ ഉദ്ദേശിച്ചതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും സംഭവിക്കുന്നത്. അങ്ങനെ ഓപ്പോസിറ്റ് സംഭവിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റണം, ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ്, ഇതാണ് എനിക്കിപ്പോൾ ഏറ്റവും ബെസ്റ്റ് വേ. ഈ സിറ്റുവേഷൻസിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് എത്തുള്ളൂ. ഞാനിതിന് മുന്നേ പോയിരിക്കുന്ന റോഡിലൂടെ പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് എത്തില്ല. റോഡ് ചേഞ്ച് ആയത് നന്നായി നമ്മൾ മനസ്സിലാവുക നമ്മൾ ആ ഗോളിലേക്ക് എത്തുന്ന സമയത്തായിരിക്കും.
ഇതൊക്കെ ചെയ്താൽ മാത്രം പോരാ. ഒരു എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ ഒരാൾ എന്ത് ചെയ്യാണ്, ഒരാൾ +2 പഠിക്കുന്ന ഒരു കുട്ടി ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. വിഷ്വലൈസേഷൻസിനൊക്കെ പഠിച്ചു, ഇവനെല്ലാ ഫീലിങ്സും പ്രൈഡും എനിക്കിങ്ങനെ ക്ലാസ് പാസ്സാവുന്നത് എല്ലാം വിഷ്വലൈസ് ചെയ്തു, 5 സ്റ്റെപ്പും ചെയ്തു. 6ാമത്തെ സ്റ്റെപ്പ് ഉണ്ട്, അവൻ പഠിച്ചില്ല. അവൻ പഠിക്കുന്നേ ഇല്ല, വിഷ്വലൈസേഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. അവൻ എക്സാം പാസ്സാൻ പറ്റുമോ? ഇല്ല. അവന്റെ ഉള്ളിൽ നിന്ന് തന്നെ അവനോട് പറയും അവനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത്. അവന്റെ ഉള്ളിൽ നിന്ന് അവനോട് പറയും അവരൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത്. നിങ്ങൾ ഇതൊക്കെ വിശ്വസിക്കണം. നിങ്ങളെ കോൺഫിഡൻസ് കൂടണമെങ്കിൽ നിങ്ങൾക്ക് ആ ദിവസം അവസാനിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഫീലിംഗ് വരണം, ഞാൻ എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഫീലിംഗ് വരണം. ആ ഫീലിംഗ് വരുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ എന്തുണ്ടാവുക, നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് പോവാനും അതിലേക്ക് എത്താനും സാധിക്കുക. എനിക്ക് സക്സസ്ഫുൾ ആയിട്ട് പോവാനും അതിലേക്ക് എത്താൻ സാധിക്കും. ആ ഫീലിംഗിലേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഹാർഡ് വർക്കാണ്. ഹാർഡ് വർക്ക് എന്ന് പറയുമ്പോൾ എല്ലാം റെഡി ആവാൻ കാത്തിരിക്കുന്നതല്ല. നിങ്ങളുടെ കയ്യിൽ എന്താണ് ഉള്ളത്, ആ ഒരു സംഭവം വെച്ചിട്ട് വിശ്വസിച്ചിട്ട് മുന്നോട്ട് പോകുക. അങ്ങനെ വിശ്വസിച്ച് മുന്നോട്ട് പോയ ആളുകളാണ് ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുള്ളത്. അങ്ങനെ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാൻ സാധിക്കട്ടെ. താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. അപ്പം ഇനി നിങ്ങൾക്ക് ഇന്നത്തെ സെഷന്റെ ഫീഡ്ബാക്ക് പറയാനുള്ള സമയമാണ്. സോ നിങ്ങൾക്ക് ഹാൻഡ് റൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ പുതുതായിട്ട് ജോയിൻ ചെയ്തവരെ വിളിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പേര്, ഡീറ്റെയിൽസോ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, ജിതിൻ സർ. ഗുഡ് മോർണിംഗ്, എൻ്റെ പേര് ജിതിൻ, ഞാൻ ആലുവയിൽ നിന്നാണ്. ഇന്നത്തെ ക്ലാസ്സിൽ പവർ ഓഫ് വിഷ്വലൈസേഷൻ ആണല്ലോ നമ്മുടെ ഒരു ടോപ്പിക് ഉണ്ടായിരുന്നത്. അത് വളരെ ഭംഗിയായിട്ട് സാർ അത് അവതരിപ്പിച്ചു. അതിൽ നമുക്ക് മനസ്സിലായിരിക്കുന്നത് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക, നമുക്ക് എന്താണോ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് എന്താണോ ആകേണ്ടത് എന്നുള്ളത് നമ്മൾ വിഷ്വലൈസ് ചെയ്ത് അതിനായിട്ട് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു മെസ്സേജാണ് ഇതിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു. താങ്ക് യു ജിതിൻ സാർ. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഞാൻ റീജിയണൽ സെയിൽസ് മാനേജറായിട്ട് വർക്ക് ചെയ്യാണ്. നിരാമയ റിട്രീറ്റ്സ് എന്ന് പറയുന്ന ഒരു റിസോർട്ട് ഗ്രൂപ്പാണ്. നമുക്കിപ്പോൾ മാതിരപ്പള്ളി, കുമരകം, കോവളം, തേക്കടി, കണ്ണൂരൊക്കെയാണ് റിസോർട്ട്സ് ഉള്ളത്. പിന്നെ കേരളത്തിന് പുറത്തും. എല്ലാ മൺഡേ ഞങ്ങളുടെ ഫ്രീ സെഷൻസ് ഉണ്ട്. പങ്കെടുക്കാനും ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യാൻ റിക്വസ്റ്റ്. താങ്ക് യു. മൺഡേ മാത്രം ഫ്രീ ആണ്, ബാക്കി എല്ലാ ഡേയ്സിലും ഉണ്ട്, മൺഡേ ഫ്രീ ആണ്. താങ്ക് യു. ഓക്കെ. ഓക്കെ, താങ്ക് യു ജിതിൻ സർ. പ്രവിത മാം. ഹലോ. ഓക്കെ, ഗുഡ് മോർണിംഗ്. നല്ലൊരു ക്ലാസ് തന്നെ. നമ്മൾ എന്ത് കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്യണം എന്നുള്ള, അതായത് നമ്മൾ ആദ്യം മുൻകൂട്ടി കണ്ടിട്ട് ചെയ്യണം എന്നുള്ള, പണ്ടുള്ള ആളുകളെ പറയുന്ന പോലെ തന്നെ ഇതിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് വളരെ ഭംഗിയായി സേഫ് സാർ പറഞ്ഞു തന്നു. നല്ലൊരു ക്ലാസ് തന്നെ. താങ്ക് യു. താങ്ക് യു പ്രവിത മാം. ഓക്കെ. Okay, thank you പ്രവിത മാം. ഓക്കെ, അപ്പം ഹലോ. ഓക്കെ, അപ്പൊ ഇനി ഫീഡ്ബാക്ക് പറയാൻ റെഡി ആയിട്ടുള്ളവർക്ക് നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാവുന്നതാണ്. സവിത മാം. ഹലോ, സവിത മാം. മാജിക് മോർണിംഗ് സർ. മാജിക് മോർണിംഗ്. വിഷ്വലൈസേഷന്റെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. എന്റെ മോളും കേട്ടിട്ടുണ്ടോ? അപ്പൊ എന്റെ മോളും കൂടെ ഉണ്ടായിരുന്നു ക്ലാസ് കേൾക്കാനായിട്ട്. ക്ലിയർ ആയില്ല, എന്താ സംഭവം? ക്ലിയർ ആയി എന്നാണ് പറഞ്ഞത്. ശരി. മോളെന്തിലാ പഠിക്കുന്നേ? മോള് +2. ഓക്കെ, വെരി ഗുഡ്. So thank you ma'am, thank you.
Okay, thank you, Savita ma'am. Abu sir. Abubakar sir. കേൾക്കണ്ടല്ലോ. Okay, കേൾക്കാം. ഫീഡ്ബാക്ക് പറയാനല്ലേ പറഞ്ഞത്? ഫീഡ്ബാക്ക് sir. ചെയ്യുന്നില്ല. അതെ അതെ. ഇല്ല, നമ്മള് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ മൈൻഡിലേക്ക് സെറ്റിൽ ചെയ്യാം. എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം മൈൻഡ് സെറ്റ് ചെയ്യാന്നാണ് എനിക്ക് തോന്നിയ കാര്യം. Okay, fine. Okay, thank you, Abubakar sir. ഓക്കെ, അപ്പം ഇനിയിപ്പോൾ പുതുതായിട്ട് ആളുകൾ ആരെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടോ? ഇല്ലാന്ന് തോന്നുന്നു. സോ നമുക്ക് ടൈം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ, പറയാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എനിവടി? ഇല്ല, ഓക്കെ ഫൈൻ. ദെൻ ഇന്നത്തെ ഈ ഒരു സെഷൻ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് സേഫ് സാറിനും അതുപോലെ തന്നെ ഇതിൽ ജോയിൻ ചെയ്ത എല്ലാ ബിമാജിക് മെമ്പേഴ്സിനും താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ബൈ. Thank you. Thank you. Thank you all. Thank you, sir. Thank you all. Thank you, sir. Thank you, sir.